ഉള്ളാളക്കാർ അവിടുന്ന് ഉറൂസിന് ക്ഷണിക്കാൻ വേണ്ടിയില്ല വന്ന്. ആരൊക്കെ ഇന്നല്ല, ബാക്കിയുള്ള മൊഴിമാരന്മാരെ ക്ഷണിക്കാൻ പോകുമ്പോൾ തങ്ങളും വരണ്ടേ. നമ്മൾ തെറ്റിയ കാലമായതുകൊണ്ട് അവർ വന്ന് എന്താക്കണം, നിങ്ങൾ പോയി ക്ഷണിക്കണോ? ആര് പണ്ടാരനെ ക്ഷണിച്ച് അവരൊക്കെ ക്ഷണിക്കണോ? തങ്ങൾ വരണേ, തങ്ങൾ വരണേ നമ്മളെ കൂടെ. അങ്ങനെ ഞാൻ വന്നു. ഈക്കൻ്റെ അടുത്ത് പോയാൻ പറയും, ഈക്കൻ കഞ്ഞിയൊക്കെ കണ്ടു ഇതൊക്കെ പോണില്ലേ, അവിടെയൊക്കെ പറ്റില്ല. കന്യമ്മയിലാണ് അവിടെ പോയപ്പോൾ ഞാൻ കാറിലിരുന്നു, ഇവരയച്ചു. ഉള്ളാളത്തിന് വന്ന അവധി എല്ലാം കൂടി മുപ്പരത്ത് അയച്ചു. അവിടെ ചെന്നപ്പോൾ നിങ്ങളെന്തേ വന്ന്? ഞാൻ ഉള്ളാളം മുതൽ തങ്ങളോടെ തങ്ങൾ കാറിലുണ്ട്. എന്താണ് കൊണ്ട് വിളിക്കും കുഞ്ഞുമാരെ പോവോ? അപ്പോഴത്തെ മാനക വന്ന് മുപ്പര് വിളിക്കുന്നതാണ്. ഞാൻ ചെന്ന് ഞാൻ സ്ഥലം കല്ലി ഒരു സ്ഥലം കല്ലി മറിക്കോന് തങ്ങൾ എന്ത് പണിയെടുത്തത്? തങ്ങൾ അവിടെ കാൽ കുത്തിരിക്കല, അവിടെ ഒന്ന് അങ്ങോട്ട് വരണ്ടേ? അത് നിങ്ങൾ എന്നെ പുറത്താക്കിയില്ല, പിന്നെ ഞാനങ്ങനെ വരരുത്. തങ്ങളെ ഞാൻ പുറത്താക്കി. എല്ലാ പേപ്പറിലൊക്കെ വന്നുള്ള നിങ്ങൾ പുറത്താക്കിയാണ്. ഞാൻ തങ്ങളെ പുറത്താക്കിയില്ല, ഞാൻ തങ്ങളെ കൂടെ. ഇതൊരു ഉള്ളാളക്കാർ കേട്ട കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കള്ളത്തേതായതുണ്ട് എന്നൊരു കുഴപ്പമില്ല. അല്ല അന്നല്ല വീട്ടിൽ പുറത്താക്കില്ല. എന്തെല്ലാം ഇവർ ചെയ്തു കൂട്ടിയത്. ഇനി ആർക്കാടാ കഴിയ? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം മതിയായ നിലത്തിലല്ലേ? ബറക്കൽ മുല്ലക്കോയത്തങ്ങൾ 115 വയസ്സ് ജീവിച്ചാളാണ്. അങ്ങനത്തെ മഹാനവരകളുടെ കാലത്താണ് സമത്വം ഉണ്ടാക്കിയത്. അന്നത്തെ എല്ലാ അഴിമകളും നമ്മളൊന്നും ജനിച്ചിട്ടും കൂടിയില്ല. ആ സ്ഥാപനത്തിന്റെ സംഗതികളൊക്കെ മാറ്റിമറിച്ച് പുതിയ രൂപത്തിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോൾ പിന്നെ അവിടെ ഒത്തുകൊടുക്കാൻ കഴിയോ? AP ആയിട്ടല്ലടാ തെറ്റിയത്, ഞാനുമായിട്ടാ തെറ്റിയത്, അറിയോ? ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഭൂരിപക്ഷമില്ല. പക്ഷേ എനിക്ക് ഓടാനും പായാനും കഴിയൂല. അതിനെ AP ആക്കി അയാൾക്ക് കാവക്കാരും പോകും. അതിൻ്റെ പുറമെ ആളും ഒക്കെ അള്ളാഹ് രസായും ഒക്കെ ഉണ്ട്. ഞാൻ എവിടെ പോകുമ്പോൾ കൂട്ടത്തിൽ ആരും കൂടി കൂട്ടൂല. ഞാൻ പണ്ട് പോയൊരു ബസ്സിലാണ്.